നമസ്കാരം, ഞാൻ പ്രിയങ്ക. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിച്ചോറാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാം. കൂട്ടാനൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ സിമ്പിളായിട്ട് ഇങ്ങനെ തയ്യാറാക്കി കഴിക്കാൻ നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ഉള്ളിച്ചോറ് എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് ഞാനൊരു പാന് ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തോട്ട് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്ക്ക് പകരം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ നെയ്യോ എണ്ണയോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നിങ്ങൾക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിട്ടിരുന്ന കറിവേപ്പിലെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 15 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ്, അതൊരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ ചോറ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയോട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയോട് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു എരിവൂടി ചോറിന് കിട്ടാനായിട്ടാണ് ഞാൻ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒരു ബൗള് നിറച്ചും കുത്തരിച്ചോറാണ് എടുത്തിരിക്കുന്നത്. ചോറ് ഒന്ന് ചൂടാറി വന്നതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ ചോറ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് ആറിയിട്ടാണ് ഞാൻ ഈ ചോറ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി കേട്ടോ. പണ്ട് കാലങ്ങളിലൊക്കെ ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഇതൊക്കെ നമുക്കും തയ്യാറാക്കി കഴിക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് ആവിയൊക്കെ കയറി ചോറെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് കിട്ടാനായിട്ടാണ്. ഈ നെയ്യുടെയൊക്കെ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി നെയ്യൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നല്ലൊരു മണം കിട്ടാനായിട്ടും രുചി കിട്ടാനായിട്ടും കൂടെയാണ്. ഇതിൻ്റെ മുകളിലോട്ടൊരു 1/4 സ്പൂൺ അളവിൽ നെയ്യോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യോട് ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു മൂടി വെച്ചിട്ടൊന്ന് അടച്ച് കൊടുക്കാം. ആവിയൊക്കെ കയറി നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരാനായിട്ടാണ്. നമ്മുടെ ഉള്ളിച്ചോറ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ റെസിപ്പി അല്ലേ, അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും. നമ്മുടെ ഉള്ളിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞു കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റുന്നുണ്ട്. കറികളുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ ഇത് സലാഡിൻ്റെ കൂടെ രസത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാം. ഇതിന് കൂട്ടാൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ. അപ്പം അടിപൊളിയാണ് നമ്മുടെ ഉള്ളിച്ചോറ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു.